നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് 3 ടീമാണെന്ന്. ഖിയാമത്ത് നാളിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് 3 ടീമാണ്. അതിലൊന്ന് ധാരാളം സദഖ ചെയ്ത ആളാണ്. 2 ധാരാളം ഇൽമ് നേടിയ ഖുർആനിലൊക്കെ കഴിവുള്ള ആളാണ്. 3 ഷഹീദായ ആളാണ്. ഒക്കെ ഭയങ്കര ഔന്നിത്യമുള്ള കാര്യങ്ങളാണ്. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഖുർആനിൽ ഇൽമ് നേടി പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ അതും വലിയ വിഷയം. അവരെ 3 ആളെയും കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, ആലിമിനോട് ചോദിക്കും എന്തിനാ ഇൽമ് നേടിയത്. സദഖ ചെയ്യുന്ന ആളോട് ചോദിക്കും, ഷഹീദായ ആളോട് ചോദിക്കും. അവരൊക്കെ പറയും അള്ളാഹുവേ നിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ പറയപ്പെടും കദബ്ത, നിങ്ങൾ കളവാണ് പറയുന്നത്. നിങ്ങൾ ഇൽമു പഠിച്ചതും പറഞ്ഞു കൊടുത്തതും ലി അൻ യുഖാല ആലിമുൻ ഔ ഖാരിഉൻ, വലിയ ആലിമാണ് എന്ന് മറ്റുള്ളവർ പറയണം, ഖാരി ആണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയാണ് ചെയ്തത്. ധൈര്യശാലിയാണെന്ന് പറയാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. വലിയ ഔദാര്യവാനാണ്, എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് സദഖ കൊടുത്തത്. അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചില്ല. അവർക്ക് പരലോകത്ത് നരകത്തിലേക്ക് ആദ്യം അവരെറിയുന്ന നോക്കൂ. നിങ്ങൾ അമലിൻ്റെ പ്രശ്നമല്ല, നെയ്യത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ നീയത്ത് നല്ലതാണെങ്കിലോ എത്ര ചെറിയ പ്രവൃത്തിയും നീയത്തിൻ്റെ വലിപ്പം കൊണ്ട് വലിയതായി തീരും. എത്ര വലിയ പ്രവൃത്തിയും നീയത്തിൻ്റെ ചെറുപ്പം കൊണ്ട് ചെറുതായി പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് അമല് ചെയ്യേണ്ടത്. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകം ഉദ്ദേശിച്ച് അതിൻ്റേതായ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവരുടെ അമലുകൾ നന്ദിപൂർവ്വം അള്ളാഹു സ്വീകരിക്കും. എന്നാൽ ഈ ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് ഒരു ഓഹരി ഉണ്ടാവില്ല, ഒന്നും കിട്ടൂല. അതാണ് ഇവിടെ പറഞ്ഞത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടാമത് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ, പക്ഷേ ഈ രണ്ടാമത്തതാണ് കൂടുതൽ ഗൗരവമുള്ളത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരു ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. ആരാണോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോകുന്നത്, കാരണം ഒരാൾ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ പല ലക്ഷ്യവും ഉണ്ടാകും. പക്ഷെ അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രവാചകനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. വമൻ കാനത് ഹിജ്റത്തുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്നാൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വല്ലതും നേടിയെടുക്കാൻ വേണ്ടിയാണ് അയാൾ ആ അമല് ചെയ്യുന്നതെങ്കിൽ അയാൾ ഉദ്ദേശിച്ചത് എന്താണോ അത് കിട്ടും, ഇതിനപ്പുറത്തൊന്നും കിട്ടുകയില്ല. അപ്പോൾ ദീനീ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ, ഇബാദത്തുകൾ കൊണ്ട് തന്നെ ഒരാൾ ദുനിയാവിലുള്ളതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്കതിന് പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല.